ഇനി ഒരു 1.5 വർഷത്തേക്ക് തമ്മി കാണരുതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. ഹ്യൂമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും നമ്മൾ ദശമൂലം ദാമൂലം വെച്ചിട്ടാണ് ഏറ്റവും ട്രോളുകൾ വരുന്നത്. എൻ്റെ അമ്മയെ ഞാൻ ഇങ്ങനെ ഈശ്വര നമിച്ചുപോയി. പിന്നെ അതിൽ ഏറ്റവും രസകരമായ സംഭവം, ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ, കാരവനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരാൾ എന്നെ കണ്ടിട്ട് ഈ തടി വെക്കാൻ വേണ്ടി വയറൊക്കെ അതിനകത്ത് കൂടുതലാണല്ലോ. എത്ര ദിവസം എടുത്ത് വിഗ് ഉപയോഗിക്കുന്ന സിനിമാ താരങ്ങൾ ഫസ്റ്റ് എൻ്റെ ഇതിന് ഞാൻ ഷർട്ടില്ലാണ്ട് നിൽക്കുന്ന ഒരു ബോക്സർ മാത്രം ഇട്ട് നിൽക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് സിനിമ കാണുമ്പോൾ നോക്കി ശരിക്കും ഒരു കോഴിയെ ഗ്രില്ല് ചെയ്യാൻ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ടതിഥികൾ, രണ്ടുപേരും ഏറ്റവും വേണ്ടപ്പെട്ടവർ. രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. ആഷിഖ് ഉസ്മാന്റെ 15ാമത്തെ സിനിമ അല്ലേ? സിനിമയുടെ പേര് ഏത്? ശുക്രസമയം. അതെ 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 അതെ. സമയം നോക്കിച്ചതാ. സമയം നോക്കിയിട്ടാണോ വന്നത്? പിന്നെ അല്ലെങ്കിൽ ഇവന്റെ ഡേറ്റ് കിട്ടുമോ? ഓ 2 വർഷം എടുത്ത് ഈ പടം ഇതാവാൻ അല്ലേ? കരക്കടിപ്പിക്കാൻ രണ്ടുപേരെയും കൂടെ ഒന്ന്. എനിക്ക് തോന്നുന്നു തല്ലുമാല കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഒരു ആലോചന ഉണ്ടായിരുന്നു അതിന്റെ അസോസിയേഷൻ വെച്ച് ചെയ്യാൻ. അതുപോലെ കെട്ടുവളാൻമാലയുടെ തങ്കമുണ്ട് ഇതിനകത്ത്. അതെല്ലാം കൂടെ ചേർന്നൊരു സിനിമയാണല്ലോ. അപ്പൊ ഈ പറഞ്ഞാൽ ഒത്തിരി സമയം എടുത്തിട്ട് ആണ്. ഒരുപാട് സമയം എടുത്തു. ഇതിന്റെ തല്ലുമാലയ്ക്ക് മുന്നേ തന്നെ ഇതിന്റെ ഡിസ്കഷൻസ് തുടങ്ങിയിരുന്നു. തങ്കം നമ്മൾ രണ്ടുപേരുടെ അടുത്തും വന്ന് ഇതിന്റെ സ്ക്രിപ്റ്റ് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞങ്ങളെ രണ്ടുപേരുടെയും ഡേറ്റ്സ് ഒരുമിച്ച് വന്നു. കാര്യം ഇതിൻ്റെ അകത്ത് 87 സീനുണ്ടെങ്കിൽ 87 സീനിലും ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഒരു ദിവസത്തെ ഷൂട്ടിങ് തുടങ്ങണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വരണം. ഒരാൾക്ക് പനിയാണെങ്കിൽ അന്ന് ഷൂട്ട് നടക്കൂല. അപ്പൊ അത്രയും ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡേറ്റ്സിലേക്ക് എത്താൻ വേണ്ടി കുറേ സമയം നമുക്ക് എടുക്കേണ്ടി വന്നു. പിന്നെ എനിക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു 4 മാസത്തോളം അങ്ങനെ പോയി. വീണ്ടും നമ്മൾ ഈ ഡേറ്റ്സ് സോർട്ട് ചെയ്ത് വരേണ്ടി വന്നു. പിന്നെയാണ് ഞാൻ ഈ ആക്സിഡന്റിന് ശേഷം ഞാൻ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് സിനിമ അഡിയോസ് അമീഗോ ആണ്. ബോസ് ഇല്ലാതെ നടക്കൂല. ബോസ് ഇല്ലാണ്ട് കൂട്ടാറില്ല. ബോസ് വേണമല്ലോ. ബോസിന്റെ പുറകെയാണല്ലോ ഇവിടുത്തെ യാത്ര. പക്ഷെ ട്രെയിലറൊക്കെ ഉണ്ട്, ഭയങ്കര രസമുണ്ട്. ഭയങ്കര ഒരു ആളുകൾ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ഭയങ്കര പ്രതീക്ഷ. നിങ്ങൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്ത കോമഡികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നിപ്പോൾ ഒന്നും കൂടെ കണ്ടിട്ടിരിക്കുവാണ്. രസകരമായ ഒരു യാത്രാ വിവരണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ആ സിനിമ കണ്ടിട്ട്. നമ്മുടെ ഈ ഒരു വർഷം മാത്രം എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇറങ്ങിയിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള സിനിമകളാണ്. ഹ്യൂമർ ഇറങ്ങി, ആക്ഷൻ ഇറങ്ങി, ക്രൈം ഇറങ്ങി, ഹൊറർ ഇറങ്ങി, എല്ലാ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു സിനിമ തിയേറ്ററിൽ വന്നിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഇതിൻ്റെ അകത്തൊരു ഭയങ്കര മെസ്സേജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനെ നിന്ന് ഉൾക്കൊള്ളണം എന്നോ ഒന്നുമല്ല. നമ്മളൊക്കെ ലൈഫിൽ പല സമയത്തും കാണുന്ന, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആളുകളാണ് ഈ സിനിമയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ തങ്കം കെട്ടിയളാണൻ്റെ മാലാഖ എന്ന് പറഞ്ഞ സിനിമ എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം നമുക്ക് അറിയായിരുന്നു ശ്രീവാച്ചനെയും ശ്രീവാച്ചൻ്റെ പ്രശ്നങ്ങളെയും ശ്രീവാച്ചൻ്റെ കുടുംബവും അങ്ങനെയുള്ള. അപ്പോൾ തങ്കം ഭയങ്കര റൂട്ടഡായിട്ട്, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പം തങ്കം എഴുതി വെച്ച സിറ്റുവേഷൻസും എല്ലാം അതിലൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ആണ് ശരിക്കും ഇത്രയും ധൈര്യത്തോടെ വന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അതെ. എനിക്ക് ഈ സിനിമ ആ ബസ്സിൽ വീഴുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമാട്ടോ. അവിടെയൊക്കെ നിങ്ങൾ രണ്ടുപേരുള്ള ഒരു കോംബോ വലിയ രീതിയിൽ വർക്ക് ചെയ്തു. ഇപ്പൊ പറഞ്ഞാൽ 85 ദിവസം കൊണ്ട് 87 ദിവസം നിങ്ങൾ വേണം. അത് ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയായിരിക്കും. ഈ കഥ കേട്ട് ഇപ്പം ആസിഫ് നിങ്ങൾ ഒരുമിച്ച് കഥ കേട്ടിട്ടാണ് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വീണ്ടും ഒരു തിരിച്ചുവരവ് പോലെ എനിക്ക് തോന്നുന്നു. കുറേ സിനിമകൾ ചെയ്ത് വീണ്ടും ആ പഴയ സുരാജ് നമുക്ക് കിട്ടുന്ന പോലെ ഒരു ഫീൽ എനിക്കിത് കണ്ടപ്പോൾ. എങ്ങനെയാണ് അത് വർക്കായത് എന്ന് പറയും? ഇത് ആസി പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരുടെയും ആദ്യം ഈ കഥ ഡിസ്കസ് ചെയ്ത് ഏകദേശം ഒരു 2 വർഷമൊക്കെ മുമ്പാണ്. അപ്പം തന്നെ ഞാൻ ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്ത് കേട്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്ക് അന്ന് തൊട്ട് ഇത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ രണ്ടുപേരുടെയും കൂടെ ഡേറ്റ് ഒത്തുവരാനായിട്ട് എടുത്ത സമയം എന്തായാലും അത് വളരെ ഗംഭീരമായിട്ട്. ഇപ്പോൾ ഞാനൊരു ഇടുക്കിക്കാരനായിട്ടാണ്, ഇതൊരു റിയൽ നാട്ടുകാരനായിട്ടാണ്. അതെ, റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ തിരക്കഥാകൃത്ത് തങ്കത്തിൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റും പിന്നെ കുറച്ച് അതിന് സിനിമാറ്റിക് വേണ്ട ഇതൊക്കെ കൊടുത്തിട്ടാണ് ഈ സിനിമ പോയിരിക്കുന്നത്. ഇതിൽ ഇടുക്കിക്കാരനായിട്ടാണ് ഞാൻ, ഇദ്ദേഹം പറവൂർക്കാർ. ഇതിൻ്റെ വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഒന്ന് ഇടുക്കിക്കാരനാണ്. നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ ഇത് മാറിപ്പോവും. അതുകൊണ്ട് പരമാവധി ആ റിഹേഴ്സൽ സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കും. അവിടെ മാത്രമാണ് നമുക്കിത് കിട്ടുന്നത്. അല്ലാതെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ലാങ് എനിക്ക് കയറും, എൻ്റെത് ചിലപ്പോൾ അവന് കയറും. അങ്ങനെ എന്താ രസകരമായിട്ടുള്ള ഒരു ടീം വർക്കായിരുന്നു അത്.
ശരിക്കും ഒരു ട്രാവൽ ആയിരുന്നു. കാരണം ഈ സിനിമയ്ക്ക് മൊത്തത്തിലൊരു ട്രാവൽ സ്വഭാവമുണ്ട്. ഞങ്ങളിത് ഷൂട്ട് തുടങ്ങുന്നതും സിനിമ തുടങ്ങുന്നതും വൈറ്റ്ല ഹബ്ബ് എന്നാണ്. അതെ, അതിനകത്ത് പറഞ്ഞു വൈറ്റ്ല ഹബ്ബിൽ കാണാന്ന്. വൈറ്റ്ല ഹബ്ബിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ വൈറ്റ്ല ഹബ്ബിൽ നിന്ന് നമുക്ക് ബസ് കയറി പോകണമെന്ന് തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അവിടെ ഒരു ഷൂട്ടിംഗ് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഷൂട്ട് തുടങ്ങി ഏകദേശം ഒരു സീൻ ഓർഡറിൽ തന്നെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് പോയത്. വൈറ്റ്ല, ചേർത്തല, ആലപ്പുഴ, കൊല്ലം, കൊല്ലത്ത് നിന്ന് ആദ്യം തിരിച്ച് ആലപ്പുഴയ്ക്ക് വന്നു, പിന്നെ എറണാകുളത്ത് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഒരു പോക്ക് പോലെ തന്നെയായിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഒരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ ഒരു നല്ലൊരു ശതമാനം കാറിനകത്ത് തന്നെയായിരുന്നു. യാത്രയായിക്കോട്ടെ, ലൊക്കേഷൻ ഷിഫ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്, താമസിക്കുന്നത് ഒരുമിച്ചാണ്. അപ്പോൾ അത് ശരിക്കും ഞാനും സുരാജേട്ടനും പരിചയപ്പെട്ടിട്ട് ഇപ്പം ഞാൻ സിനിമയിൽ വന്ന് ബെസ്റ്റ് ഓഫ് ലക്കിലാണ് ഞങ്ങൾ ആകെ ഒരു ഫ്രെയിമിൽ ഒരുമിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയം മുതലുള്ള ഒരു സൗഹൃദം പല സ്ഥലങ്ങളിലും ഞങ്ങൾ കാണാറുണ്ട്, പല ആഘോഷങ്ങളുടെയും ഭാഗമാവാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഞാൻ ഇന്ന് എടുത്ത് നോക്കി, നിങ്ങൾ ഒരുമിച്ചൊരു സിനിമയിൽ എത്ര വർഷമായി എന്നുള്ളതാണ്. അപ്പൊ ഞാനും അങ്ങനെ ഞങ്ങൾ ഇപ്പൊ എണ്ണം പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ തന്നെ 4ഉം 5ഉം പടങ്ങൾ ഇറങ്ങിയ വർഷങ്ങളുണ്ട്. അതിൽ കൂടുതൽ സിനിമകളിൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെ സിനിമ ചെയ്തിട്ടും സുരാജന്റെ കൂടെ ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ കാത്തിരിപ്പ് ശരിക്കും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇനി ഒരു 1.5 വർഷത്തേക്ക് തമ്മി കാണരുതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണരുത് പറഞ്ഞത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള കോംബോ, അതിനകത്ത് വാർത്തകൾ തന്നെ ഞാൻ ഇപ്പോൾ കുറേ വെബ്സൈറ്റിൽ വാർത്തകൾ നോക്കിയപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കോംബോനെ കുറിച്ച് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം ഓൺലൈനും എഴുതിയിരിക്കുന്നത്. അത് ഭയങ്കര പ്രതീക്ഷയാണ്. നിങ്ങൾ ഒരുമിച്ച് എന്നുള്ളൊരു സാധനം ഈ പറഞ്ഞാൽ എത്ര നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണ് കൂടുതലും ഇദ്ദേഹവും ഞാനൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഭയങ്കര മറ്റേ അമാനുഷിക പരിപാടിയൊന്നും ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ടും ഇതിൽ തിരക്കഥാകൃത്ത് വളരെ റിയൽ ആയിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ടും അദ്ദേഹം ജീവിതത്തിൽ സഞ്ചരിച്ച പല ഇൻസിഡൻറ്റും ഇതിൽ കോർത്തിണക്കിയിട്ടുള്ളത് കൊണ്ടും ഇത് എവിടെ എൻ്റെ കഥാപാത്രത്തിനെയും ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിനെയും ലോകത്തെ എല്ലാ സ്ഥലത്തും കാണാം എന്നുള്ളത് കൊണ്ടും ഇതുവരെ വരാത്ത ഒരു ജോണർ സിനിമയാണ് എന്ന് നമ്മൾ അവകാശപ്പെടും. തീർച്ചയായിട്ടും. ഈ യാത്ര ചെയ്യുന്ന സിനിമ, ട്രാവൽ സിനിമകൾ ഒത്തിരി വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ സീരിയസ് മാറ്ററുകളൊക്കെ ആയിട്ടാണ്. ഇത് മൊത്തം കോമഡി ആയിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കോമഡി എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻസ് കോമഡി ആയിട്ട് വരുന്നത്. ഈ യാത്രയുടെ പേർപ്പസും എല്ലാം ഇതിനകത്ത് എവിടെയൊക്കെ ഒരു സീരിയസ്നെസ് ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ യാത്ര ഇവരിത് ഫേസ് ചെയ്യുന്ന രീതി, ഇവരിടപഴകുന്ന ആളുകൾ, അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള കാര്യം, വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളും അയാൾ കൂടെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അയാൾ മീറ്റ് ചെയ്യുന്ന ഒരു സുഹൃത്ത്, അവരുടെ യാത്ര, ആ ഉദ്ദേശം, അതിന്റെ വിക്ടിം ആവുന്ന കൂടെയുള്ള കുറെ ആളുകൾ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് കുറെ ഹ്യൂമർ സീക്വൻസസ് ഉണ്ട്. നമ്മൾ മാത്രമല്ല, കുറച്ച് ആൾക്കാരുണ്ട്. അനക്കയുണ്ട്, വിനീത് തട്ടിലുണ്ട്, റാഫി സാറുണ്ട്, പിന്നെ ഷൈൻ ടോം ഉണ്ട്. ട്രെയിലർ കാണിക്കുന്നുണ്ട്, ഷൈനെ കാണിക്കുന്നുണ്ടല്ലോ. അതെ, വിനീത് തട്ടിലിന്റെ ഒക്കെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്ന ആളുകളിൽ ഒരാൾ വിനീത് തട്ടിലായിരിക്കും. വിനീതട്ടിന്റെ ഒരു ഭയങ്കര രസമുള്ള പെർഫോമൻസ് ആണ്. ഇപ്പൊ ട്രെയിലറിൽ തന്നെ ചോദിക്കുന്നുണ്ട്, പല സൈസ് പൈസക്കാരുണ്ട്, അതിൽ ഏതാ നിങ്ങളെന്ന് ചോദിക്കണ്ടല്ലോ. അപ്പൊ മനസ്സിലാവുന്നില്ല. വേറെ ഒരു സീൻ എനിക്ക് ട്രെയിലർ കാണാൻ കണ്ണാടി വെച്ചിട്ടുള്ള കളിപ്പിക്കുന്ന രസകരമായിട്ട് സാധനം എനിക്ക് തോന്നിട്ട് അത് ചെയ്യാത്തൊരു സാധനങ്ങളാണ് ചെയ്യുന്നത്. അതാ, ഞാനും ഇത്രയും ലൗഡായിട്ടൊരു ക്യാരക്ടറും ഞാനും പിടിച്ചിട്ടില്ല. ക്യാരക്ടേഴ്സിനെ സിനിമകൾ ശ്രദ്ധിച്ചൊക്കെ തുടങ്ങിയതിന് ശേഷം ഇത്തരത്തിലൊരു ക്യാരക്ടർ ഞാൻ പിടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആസിഫ് അങ്ങനത്തെ ചെയ്തിട്ടില്ല. നിങ്ങൾ തമ്മിലിപ്പോൾ ഒന്നിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, കുറേ നാളുകൾക്ക് ശേഷമാണ് ഒന്നിക്കുന്നത്. അത് നിങ്ങൾ തമ്മിലുള്ള ഇത്രയും നാളുകൾ ഒന്നിക്കാൻ കഴിയാത്ത നിങ്ങൾ തമ്മിലുള്ള സിനിമകൾ വരുന്നില്ല എന്നുള്ളതാണ്. ഇതിലേക്ക് എങ്ങനെ നിങ്ങൾ തന്നെ വേണമെന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് സ്ക്രിപ്റ്റ് റൈറ്ററിനടുത്തും ഡയറക്ടറിനടുത്ത് ചോദിച്ചിരുന്നു? അത് ചോദിച്ചില്ലല്ലേ? ഇല്ല, ഫോൺ ചെയ്യണമെന്നില്ല. ഒന്ന് ഫോൺ ഞാൻ പറഞ്ഞു തങ്കം വിളിക്കാം. തനി തങ്കം. പുള്ളിക്കാരൻ പറഞ്ഞ നമ്മളല്ലാതെ ഇത് ചെയ്യില്ലായിരുന്നു എന്നാണ്. കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ ചെയ്ത് കണ്ടപ്പോൾ നമ്മളല്ലാതെ വേറെ ആൾക്കാർ ചെയ്താൽ ഇത് ശരിയാവില്ല എന്ന് ആള് പറഞ്ഞു. ഞാൻ ഓർത്ത് ഇനി തങ്കത്തിന് വിളിച്ച മറ്റേ ട്രെയിലറിൽ കാണിക്കാൻ ഫോൺ കിട്ടാത്ത അവസ്ഥ കാണിക്കുമെന്നാണ് ഞാൻ ഓർത്തത്. ഞാൻ അതാണ് പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയല്ല, കാരണം കിട്ടിയല്ലോ അല്ലേ. എന്തായാലും ഒരു നല്ല സിനിമയുടെ ഭാഗമാകുന്നുള്ള എല്ലാവരുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. ഈ ആസിഫിനെ സംബന്ധിച്ച് ആസിഫ് കുറേ പടങ്ങൾ ചെയ്തു വന്നിട്ട് ഇത്തരം ഒരു സിനിമയിൽ ആസിഫിൻ്റെ ഒരു യാത്ര ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
സുരാജ് ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത് ഇത്തരമൊരു സിനിമയിൽ? ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആസിഫ് അലിയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ ഹോണ്ട് ചെയ്ത് എനിക്ക് എന്താ കഥാപാത്രം അത്, ഇതെങ്ങനെ ഇയാൾ ഈ സ്ക്രിപ്റ്റ് എടുത്തു. അത് കാര്യം അത് ഒരുപക്ഷെ ആ കഥ കേട്ട് കഴിഞ്ഞാൽ ഒരാളും അങ്ങനെ പിക്ക് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ അങ്ങ് അൾട്ടിമേറ്റ്ലി ഫ്ലോപ്പ് ആവാം. കറക്റ്റ് ഇതിങ്ങനെ ഇയാൾ പിക്ക് ചെയ്തത് അത് എന്നെ അതിശയിപ്പിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഞാൻ പറയാം. പിന്നെ പെർഫോമൻസ് കെട്ടിയുള്ളതാണ് എൻ്റെ മാലാക, അതിൽ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ഇതല്ല, ഇനി ഒരുപാട് സാധ്യതയുള്ള നടനാണെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ചെയ്യാൻ. സത്യമല്ലേ? നമ്മൾ ടൈപ്പ് കാസ്റ്റ് ആയി പോവാതിരിക്കുക. ആക്ടേഴ്സ് എപ്പോഴും പല പല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്യാതിരിക്കുക. ഇപ്പം നമുക്ക് ചില ആളുകൾ ഒരു പോലീസ് വേഷം ഉണ്ടല്ലോ, അവനെ വിളിക്കാം, ചതിക്കുന്ന ഒരാളിയനുള്ള അവനെ വിളിക്കാം എന്ന് പറയുന്ന അതേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പ്രഡിക്ഷനിലേക്ക് വരാതിരിക്കാനാണ് എപ്പോഴും ആക്ടേഴ്സ് ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നതും ആസ്വദിക്കുന്നതും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം സിനിമയിലാണല്ലോ. അപ്പൊ സിനിമയിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക, വളരുക അൾട്ടിമേറ്റ്ലി. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മളൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് കേൾക്കുന്നത്, നമ്മളൊരു ആക്ടറാണെങ്കിൽ നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിലായിരിക്കും സ്ക്രിപ്റ്റ് കേൾക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാനൊരു പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഞാൻ പ്രേക്ഷകനായിട്ടിരുന്നാ കാണുന്നു, കേൾക്കുന്നത്. ഈ സിനിമ തിയേറ്ററിൽ വന്നാൽ നമ്മൾ പോയി കാണുമോ എന്നുള്ളതായിരിക്കും ആദ്യം നമ്മുടെ മനസ്സിൽ വരിക. അതെ. എന്നിട്ട് അത് ആദ്യം നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമായെങ്കിൽ ഓക്കെ, അത് ഓക്കെയാണ്. അത് ഇനി അവർ എടുക്കുകയോ ഇല്ലയോ എന്നുള്ള സെക്കൻഡറി. പക്ഷെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതിനെ മാക്സിമം അതിൻ്റെ കൂടെ നിന്ന് നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്ക്രീനിൽ വരും. തീർച്ചയായും പ്രേക്ഷകർ ഇപ്പം ആസിഫിനെ കുറിച്ച് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്താ ചെയ്തത്. അതെ, ഫുൾ ടീം. ആസിഫിനെ കുറിച്ച് ഇപ്പോൾ സുരാജ് പറഞ്ഞ പോലെ ഒരു കാര്യമാണ്, ഏത് കഥാപാത്രം ചെയ്ത് നമുക്ക് വ്യത്യസ്തമായ കഥാപാത്രം, നമ്മൾ കോമഡി അല്ലാതെ എത്രയോ സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്ത് അതിശയിപ്പിച്ചൊരു വ്യക്തിയാണ്. ഇത് പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ ഇന്നും സുരാജ് ചേട്ടന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം നമുക്കില്ല. അതിൽ ഏറ്റവും എടുത്ത് ഇപ്പോൾ കെട്ടോളം മാലാഖ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ ആസിഫിന് എന്താണ് തോന്നുന്നത്? ഏത് സിനിമയാണ് എടുത്ത് തോന്നുന്നത്? സുരാജ് ചേട്ടന് ഒരു ആക്ടറിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഹ്യൂമർ ചെയ്യാനാണ്, ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. ഇപ്പം നമ്മൾ ചില സിനിമകളിൽ ഇപ്പം സുരാജ് ചേട്ടനൊക്കെ, ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം പറയുന്നതാണ്, സുരാജ് ചേട്ടനൊക്കെ വരുന്ന പല സിനിമകളുടെയും പല സീക്വൻസ് എഴുതി വച്ചിരിക്കുന്നത് കുറച്ച് തമാശ രംഗങ്ങൾ, നർമ്മ മുഹൂർത്തങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുള്ള സിനിമ അഭിനയിച്ചിട്ടുണ്ട് സുരാജ് ചേട്ടൻ. അതായത് ഇവരുടെ ജോലിയാണ് ഈ അവിടെ ഒരു ഹ്യൂമർ ഉണ്ടാക്കുക എന്നുള്ളതും ആ സിറ്റുവേഷൻ ചിരിപ്പിക്കുക എന്നുള്ളതും. അതായത് ആ പണിയും നമുക്കൊക്കെ സ്ക്രിപ്റ്റും ഡയലോഗ്സും തന്നിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത്. പല സിനിമകളിലും സുരാജ് ചേട്ടനൊക്കെ അവിടെ പോയി ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനുള്ള ഹ്യൂമർ ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പഠിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ ചെയ്ത് തുടങ്ങിയ ആളാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഏത് ഷേപ്പിലേക്കും മാറാൻ വളരെ, ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ചെയ്ത വേഷം ഒരു പോയിന്റിൽ നമുക്ക് അങ്ങോട്ട് മാറിയാൽ അതൊരു മോണോ ആക്ട് ആയി പോവാം. അത് ഒരു നമ്മൾ അടുത്തതായി സ്റ്റേജിലേക്ക് ഒരു വൃദ്ധൻ വരുന്നു എന്ന് പറയുമ്പോൾ ഉള്ള സാധനം അത്. പക്ഷെ നമുക്ക് ഒരിടത്തും ഫീൽ ചെയ്യിക്കാതെ ആ ക്യാരക്ടറിന്റെ ത്രൂ ഔട്ട് അയാളെ ഫോൺ ഉപയോഗിക്കുന്ന രീതി, അയാളെ തോർത്ത് വിരിക്കുന്നത്, കഞ്ഞി കുടിക്കുന്നത്, മോനെ അവോയ്ഡ് ചെയ്യുന്നത്, അതെല്ലാം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആ ക്യാരക്ടറിനെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. കാര്യം ഇത് തുടങ്ങിയത് ഏറ്റവും മേളുന്നതാണ്. ഹ്യൂമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും നമ്മൾ ദശമൂലം ദാമുവിനെ വെച്ചിട്ടാണ് ഏറ്റവും ട്രോളുകൾ വരുന്നത്. ദശമൂലം ദാമുവിൻ്റെ റിയാക്ഷനാണ് വരുന്നത്. പല സിറ്റുവേഷൻസും നമ്മൾ അമ്പിളിച്ചേട്ടൻ കഴിഞ്ഞാൽ ചിലപ്പം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമർ സീക്വൻസസ് നമ്മൾ ടി വിയിൽ ഇപ്പോൾ ചിരിയോ ചിരി എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി നമ്മൾ വെക്കുവാണെങ്കിൽ ആ ഒരു ജനറേഷൻ കഴിഞ്ഞാൽ സുരാജേട്ടൻ്റെ കോമഡിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ അത്രയും പവർ കാണിച്ച ഒരാൾക്ക് ക്യാരക്ടേഴ്സ് ചെയ്യാൻ വളരെ ഈസിയാണ്. സുരാജേട്ടൻ ആ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് ആക്ഷൻ ഹീറോ ബിജുവിൽ ആ ഒരു കുഞ്ഞ് വേഷത്തിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ നടനെ കുറിച്ച്.
അയാൾ കരഞ്ഞപ്പോൾ അയാൾ വിഷമം പറഞ്ഞപ്പോൾ നമുക്ക് വിഷമമായി. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചേട്ടൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര വെർസറ്റൈലായിരുന്നു. പല സ്ഥലങ്ങളിൽ പല ക്യാരക്ടേഴ്സ് ചെയ്തു. ഇപ്പോൾ തമിഴിലൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വില്ലനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയി തിരിച്ചു വന്നിട്ട് നമ്മൾ ഇന്ന് അഡിയോ സമീകോട്ടെ ട്രെയിലറിൽ ആ ബസ് ബ്രേക്ക് വിട്ടുമ്പോൾ തിരിച്ചു വന്നത് നമ്മുടെ പഴയ സുരാജ് വെച്ചാറ ദേ കിടക്കണോ ഞങ്ങളുടെ സുരാജ് എന്ന് പറഞ്ഞു. കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ആ അത് കറക്റ്റ് കാര്യം കേട്ടോ ആസിഫ്. എനിക്ക് അങ്ങനെയൊക്കെ കിട്ടിയ കുറേ സന്ദർഭങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വർക്ക് ചെയ്ത അത്രയും ലെജൻസുകളുടെ കൂടെയായിരുന്നു. അമ്പിളിച്ചേട്ടൻ, മുകേഷ് ഏട്ടൻ, പിന്നെ മമ്മൂക്ക, ലാലേട്ടൻ. ആ സമയത്ത് അവരുടെ പടങ്ങളിൽ കുറേ നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത്. നമുക്ക് കോൺഫിഡൻസ്, പിന്നെ അതുപോലെ തന്നെ മായാവി, പിന്നെ നമ്മുടെ ഷാഫി സാറൊക്കെ എന്തോരം കോൺഫിഡൻസ് എനിക്ക് തന്നിട്ട്. എനിക്ക് ആദ്യം ചെന്ന് അഭിനയിക്കുമ്പോൾ മായാവിയിലൊക്കെ ഞാൻ ദൂരെ മാറിയിരിക്കും. അപ്പോൾ സലീമേട്ടനും പിന്നെ അവരൊക്കെ സീനെടുത്ത് ഡിസ്കസ് ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ ഞാൻ ദൂരെ മാറിയിരിക്കും. അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിക്കും, എനിക്ക് പേടിയാ, അയ്യോ നമുക്ക് ഇടപെടാവോ, അത് പറയുന്നത് ചെയ്തിട്ട് അപ്പോൾ വന്ന് എന്നെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കും. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കിട്ടിയ എനിക്ക് വലിയ എക്സ്പീരിയൻസ്. അപ്പോൾ മണ്ടത്തരമായാലും പറയുക എന്നുള്ള, ഒന്നും പറയാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും പറയുക, അതിൽ നിന്നായിരിക്കും എന്തെങ്കിലും ഐറ്റം കിട്ടുന്നത്. അങ്ങനെ തന്നെയാണ് മാറി നിൽക്കരുത് കിട്ടിയത് എക്സ്പീരിയൻസ്. മാറി നിൽക്കരുത് മാറി നിൽക്കരുത് എന്ന് പറയാൻ നമ്മളായിട്ട് മാറി നിൽക്കുന്നതല്ല, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഗെയിൻ ചെയ്യണം. നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്, നമുക്കത് പറയാൻ പറ്റും എന്നുള്ളത്. ഇപ്പം ഈ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുമുള്ള ട്രാവലിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ശരിക്കും സ്വിച്ച് ചെയ്താണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. സുരാജേട്ടൻ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ് എൻ്റെ വേഷം, ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് സുരാജേട്ടൻ ചെയ്ത വേഷം. അപ്പോൾ ഇത് മാറ്റി ചെയ്ത് തന്നപ്പം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാനുള്ളൊരു പേടിയോ മടിയോ ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത്രയും നന്നായിട്ട് അത് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനും സുരാജേട്ടൻ്റെ അടുത്ത് ഞാൻ ചേട്ടാ ഇതിങ്ങനെ ചെയ്യട്ടെ ചേട്ടാ, ഇത്രയും ലൗഡായിട്ട് ചെയ്യട്ടെ. ഞാനും ചേട്ടൻ സ്റ്റേജ് ചെയ്തിട്ടുള്ളതാണ്, ചേട്ടൻ ആ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറയടാ ഇത് വേണ്ടടാ, ഇത് വർക്കാവില്ല, ഇതിന് ചിരി കിട്ടൂല, അല്ലെ നീ ഇതിങ്ങനെ ചെയ്യും ചിരി കിട്ടും, നീ വേണമെങ്കിൽ പോണതിന് മുന്നേ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോയിക്കോ എന്നൊക്കെ ഉള്ളത് ചേട്ടൻ പറഞ്ഞ് തരാനും ചോദിക്കാനും ഉള്ളൊരു ഫ്രീഡം ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്പേസാണ്. തീർച്ചയാണ്. അവിടെ ഉണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങൾ ഒത്തിരി ഉണ്ടാവുമല്ലോ. നിങ്ങൾ അവിടെ ആ ഒരു 2 മുഹൂർത്തങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. രണ്ടുപേരും 2 മുഹൂർത്തങ്ങളെ സംഭവിച്ചു എന്ന് അലി അങ്ങ് ഫിക്സ് ഇല്ല. 2 മുഹൂർത്തം മതി, അതിന് സമയമില്ല എൻ്റെ പോനെ. എന്നാൽ പോവാം. അല്ല, രസകരമായ സംഭവമായിട്ടുള്ള എല്ലാ ദിവസവും എങ്കിലും നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇപ്പോഴും. വേറെന്താ സംഭവം? ഫുഡ് കഴിച്ചത് ഞങ്ങൾ കൊല്ലത്തൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് ഫുൾ കഴിച്ച് നല്ല മട്ടൺ നെല്ലി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവർക്കും കോള് വരുവാണ്. അപ്പോൾ ഇന്നലെ ഇറങ്ങിയ ആവേശത്തിൽ സുരാജേട്ടൻ അവിടെ നിന്നൊരു 5 പ്ലേറ്റ് നെല്ലി നാളത്തേക്ക് ഓർഡർ ചെയ്ത് വെച്ച്. ഇത് കഴിക്കാൻ ആർക്കും താല്പര്യമില്ല. ഈ നെല്ലിയും കൊണ്ട് അയാള് പിറ്റേന്ന് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ചെന്ന്. ഞങ്ങളുടെ ഉള്ളിലെ കുറെ കോമഡികൾ. പിന്നെ ഷൂട്ട് ചെയ്തത് വൈറ്റ്ല ഹബിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബസ് സ്റ്റാൻഡുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗെറ്റപ്പ് ഈ സിനിമയിൽ പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ലായിരുന്നു. എൻ്റെ 2 തല ഷേവ് ചെയ്ത് ഞാൻ നന്നായിട്ട് തടി വെച്ചു, നല്ല വയറ് ചാടിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ബസ് സ്റ്റാൻഡിലായതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവരും ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ ആവേണ്ട സാഹചര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളെ രണ്ടുപേരും അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും മനസ്സിലാകുന്നില്ല. എൻ്റെ കോസ്റ്റ്യൂമിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ബസ് സ്റ്റാൻഡിൽ അവരിയ്ക്കില്ല. അവർ വന്നിട്ട് അവരവരുടേതായ യാത്രകളിൽ പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവിടെ ക്യാമറ വെച്ച് ലൈറ്റപ്പ് ചെയ്യുമ്പോൾ ആളുകൾ ഷൂട്ടിംഗ് കാണാനുള്ള ക്യൂരിയോസിറ്റിയിൽ അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പുറത്ത് തൂണിൽ ചാരി എന്ന് വർത്താനം പറഞ്ഞു, ആരും ശ്രദ്ധിക്കുന്നില്ല. ബസ് സ്റ്റാൻഡിൽ വരുന്ന ഒരു അമ്മച്ചി വരെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ട് അഭിനയിച്ചു, ഗംഭീരമായിട്ട്. പിന്നെ ഇത് ചെയ്തു, ഡബ് ചെയ്തു. അവിടെ നിന്ന് അവരുടെ ടിക്കറ്റ് വിൽക്കുന്ന ഒരു അമ്മയാണ്, ലോട്ടറി. അവരുടെ കാര്യം പറഞ്ഞു കൊടുത്തു, അതുപോലെ ചെയ്തു. അതിനുശേഷം ഡബ് ചെയ്യുമ്പോൾ പാളാൻ സാധ്യതയുള്ള എൻ്റെ അമ്മയെ ഞാൻ ഇങ്ങനെ ഈശ്വര നമിച്ചുപോയി. അസാധ്യമായിട്ട് ഓരോരുത്തരും പെർഫോം ചെയ്തിട്ടുണ്ട്, എല്ലാവരും. അല്ല, ഓരോ കഥാപാത്രങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് കണ്ടെത്തിയതാണ് ഏറ്റവും വലിയ കഴിവ്. അത് ആരാണ് കണ്ടെത്തിയത്?
അത് തിരക്കഥാകൃത്തും അവിടെ വെച്ച് തന്നെ. സംവിധായകനും, അല്ല, അത് അവരുടെ ഒരു വ്യൂ നോക്കണേ. അപ്പൊ തന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണല്ലോ. അയ്യോ കാര്യം ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മള് നമ്മുടെ ഒരു എവറിഡേ ലൈഫിൽ കാണുന്നത് പോലെയാണ് നമ്മൾ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്റെ ആണെങ്കിലും സുരാജേട്ടനെ ആണെങ്കിലും ആ ബസ്സിലുള്ള ആളുകളാണെങ്കിലും അവരുടെ യാത്രയും അവരുടെ കാരണങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമുക്ക് റിലേറ്റബിൾ ആണ്. ഇവിടുന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് എന്തിനായിരിക്കാൻ സാധ്യതയുണ്ട്, അതെല്ലാം ആ ബസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും ഇതുപോലെ പിക്ക് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് ഇറങ്ങിയിട്ട് എന്താ സംഭവിച്ചത്? അത് സിനിമ കാണും. അല്ല, കൊല്ലത്ത് ഇറങ്ങിയിട്ട് എന്തോ സംഭവം എനിക്ക് മനസ്സിലായി. അതിന് ഓഗസ്റ്റ് 2-ാം തീയതി തിയേറ്ററിൽ പോയി കാണുമ്പോ ആദ്യ ഷോ തന്നെ കാണുമ്പോ കൊല്ലത്ത് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊല്ലം നമ്മുടെ നാടല്ലേ ബോസേ. അതെ, ആ ബോസിന്റെ അടുത്തൊരു വർത്താനമുണ്ട്. പക്ഷെ ആ സ്നാങ്കി പറഞ്ഞ പോലെ വലിയ സാധനമായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരാള് സിറിൽ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അദ്ദേഹം വന്ന് കൃത്യമായി ഡയലോഗ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമുക്കൊരു കാര്യം, ഒന്ന് എൻ്റെ മൊത്തത്തിലുള്ള വേഷം തന്നെ വളരെ ലൗഡാണ്. ഇയാളുടെ ഒരു അപ്പിയറൻസും ഇയാളുടെ പെരുമാറ്റവും എല്ലാം. അപ്പം അതിൻ്റെ കൂടെ നമ്മളൊരു സ്ലാങ്ങും കൂടെ പിടിക്കുമ്പോൾ അത് ഭയങ്കര ഒറിജിനൽ ആയിരിക്കണം, ജെനുവിൻ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. അത് അങ്ങനെ ട്രൈ ചെയ്തത്. അത് പിന്നെ അതിൽ ഏറ്റവും രസകരമായ സംഭവം, ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ, കാരവനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരാൾ എന്നെ കണ്ടിട്ട് ആസിഫ് അലി വിഗില്ലാണ്ട് പോണൂന്ന് പറഞ്ഞു. അല്ലെ, ഞാൻ ഷേവ് ചെയ്തിട്ട് ഇത്രയും ഇവിടം വരെ ഷേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ഒരാൾ ഇങ്ങനെ ദേടാ ആസിഫ് അലി വിഗില്ലാണ്ട് പോണെന്ന് പറഞ്ഞു. എന്റെ ഇപ്പൊ ഒരു ഇതിൽ വന്നല്ലോ, വീഡിയോയില് റീൽസില് വിഗ് ഉപയോഗിക്കുന്ന സിനിമാ താരങ്ങൾ ഫസ്റ്റ് എൻ്റെ അല്ല. ഞാൻ പറഞ്ഞു ഞാൻ വിഗ് എന്നാ വെച്ചത്. വിഗ് വെച്ചിട്ടുണ്ട് ക്യാരക്ടറിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആസിഫലിയുടെ പേരും വന്നു അതിനകത്ത്. ആളുകളുടെ എല്ലാം വിചാരം അങ്ങനെയാണല്ലോ. നമ്മൾ സിനിമ വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ മുടിയൊക്കെ പോവും, വിഗ് വെക്കണം, ചെറുപ്പം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു ആളുകൾ എന്നുള്ള. അതെ അതെ അതെ. ഈ തടി വെക്കാൻ വേണ്ടി വയറൊക്കെ അതിനകത്ത് കൂടുതലാണല്ലോ. എത്ര ദിവസം എടുത്ത് വയറ് ഞാടിക്കാൻ എത്ര സമയം വേണം? ഇവന് കേരളത്തിലുള്ള എല്ലാ ഹോട്ടലുകളുടെ നമ്പർ അറിയാം, ബൈഹാർട്ടാണ്. ഏത് ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ അത് ഇന്ന കടയിൽ ചെന്നിട്ട് അവിടുത്തെ ലെഫ്റ്റ് എടുത്താൽ മതി കേട്ടോ, ഒന്ന് കഴിച്ചു നോക്കുക. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും, പോകും, കഴിക്കും. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഫുഡിന് നല്ല അത് നമ്മള് ഷോട്ട് എടുക്കുന്നതിന് മുന്നേ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കും. കാര്യം ക്യാരക്ടറിന് അങ്ങനെ വയറ് വേണം. ഇതിൽ ഞാൻ ഷർട്ട് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു ബോക്സർ മാത്രം ഇട്ട് നിൽക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് സിനിമ കാണുമ്പോൾ നോക്കി ശരിക്കും ഒരു കോഴിയെ ഗ്രില്ല് ചെയ്യാൻ തൂക്കിയിട്ടേക്കുന്ന പോലെ എനിക്ക് തന്നെ തോന്നി കണ്ടിട്ട്. അത് വലിയ ഡയലോഗ് ആയിപ്പോട്ടോ, കോഴിയെ ഗ്രില്ല് ചെയ്യാൻ നിൽക്കുന്ന പോലെ ഉണ്ടത്. എന്തായാലും സിനിമകൾ, കുറേ സിനിമകൾ വരുന്നുണ്ട്, ഹിറ്റാവുന്നുണ്ട്. ആ പട്ടികയിൽ ഈ സിനിമ എത്തണം, ഇതാണ് നമ്മുടെ ഒരു ആഗ്രഹം. നല്ലൊരു സിനിമകളാണ് ഈ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം. ഒരു 2-2.25 മണിക്കൂർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു ചെയ്തതുകൊണ്ട് ഉള്ള ഒരു വിശ്വാസമാണ്. ഭയങ്കര ഓവർ കോൺഫിഡൻസ് അല്ല, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ എൻജോയ് ചെയ്യട്ടെ. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇതിൻ്റെ ആഘോഷങ്ങൾ വീണ്ടും വീണ്ടും നടത്താനുള്ള ഭാഗ്യവും നമുക്ക് തന്നെ. ആഷിഖ് ഉസ്മാന്റെ 15ാമത്തെ അവിടെ വന്ന് അത് അലമ്പാക്കാനും പിന്നെ അലി എത്തും എന്ന വിശ്വാസത്തോടെ. എന്തേ ഇതുവരെ ഒന്നും കിട്ടാത്തെന്ന് ഓർത്തിരുന്നപ്പോ അങ്ങനെയാണ് ആ ആഘോഷ ദിവസം ആള് തന്നെ ഫിക്സ് ചെയ്യും, അന്ന് ആള് തന്നെ അലമ്പുമാക്കും. ഒരാസിബ് നമ്മള് നാട്ടുകാരനായി പോയതുകൊണ്ട് അവൻ മിണ്ടുന്നില്ല. അടുത്തത് കിട്ടി. എവിടെ പോയി ഇടിക്കണമെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് 100 മീറ്റർ അകലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്തായാലും സൂപ്പർ സിനിമ ആകട്ടെ. എല്ലാ ആശംസകളും. നേരത്തെ ശുക്രൻ പറഞ്ഞപ്പോൾ ശുക്രൻ സമയമാണെന്ന് ആഷിഖ് ഉസ്മാൻ, ശുക്രൻ സമയമാണോ നിങ്ങളെ ഞാൻ പറഞ്ഞു നിർത്താം. അമ്മയുടെ ഇലക്ഷൻ സമയത്ത് രാവിലെ എന്റെ ഡിക്ലെയർ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ വിജയിച്ചത് പ്രഖ്യാപിക്കാൻ എന്നോട് പറഞ്ഞു. ഇല്ലേ? നമ്മൾ പ്രഖ്യാപിച്ചില്ല അപ്പൊ തന്നെ രാവിലെ. എന്താണെന്നറിയാം, ഇത് അങ്ങനെ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ ആദ്യം വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് അങ്ങനെ തലപോകുന്ന കേസൊന്നുമല്ല. നിന്നെ നേരിടണമല്ലോ, എനിക്കൊരു ഇന്റർവ്യൂ തരണമല്ലോ എന്ന് മേടിച്ച് പറഞ്ഞതാ. അതായാലും വലിയ വിറ്റ്. രാവിലെ 11:30 മണിക്ക് ധൈര്യമായിട്ടും കൊടുക്കുക, ബ്രേക്കിംഗ് കൊടുക്കുന്നു പറഞ്ഞു. നമ്മൾ അതേപടി ലൈവ് കൊടുത്തത്. രാവിലെ എണ്ണി കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം സുരാജേട്ടൻ ജയിച്ചു എന്നുള്ള വാർത്ത നമുക്ക് പുറത്തത്. അതിൽ അത്ഭുതമൊന്നുമില്ല, അത് ജയിക്കും എന്നുള്ള നമുക്ക് ഉറപ്പാണ്. പക്ഷെ എല്ലാം നന്നാകട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു.